ഏത് ഉരുവാണ് ശ്രേഷ്ഠമായത്? ഏത് ഇനം, അതായത് ആട്, മാട്, ഒട്ടകം, ഇതിലേതാണ് ശ്രേഷ്ഠമായത് എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കന്നുകാലികളിൽ നിന്നാണല്ലോ ഇപ്പോൾ നമ്മൾ അറുക്കേണ്ടത്. അപ്പോൾ കന്നുകാലികളിൽ നിന്ന് നമ്മൾ അറുക്കുമ്പോൾ പൂർണ്ണമായ നിലക്ക് ഒരാൾ ഒരു ഉലുഹിയത്ത് നിർവഹിക്കുകയാണ്. ഒരു ഉരുവിനെ ഒരാൾ സ്വന്തമായി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒട്ടകം, അതല്ലെങ്കിൽ മാടുവർഗത്തിൽ നിന്നൊന്ന് എന്ന നിലക്ക് ഒരു ഉരുവിനെ പൂർണ്ണമായ നിലക്ക് ഒരാൾ ബലിയർക്കുകയാണെങ്കിൽ ഒട്ടകത്തെയാണ് ഒന്നാമതായി അയാൾ ചൂസ് ചെയ്യേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠകരമായത് ഒട്ടകമാണ്. ഇനി ഒട്ടകം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ലഭ്യമല്ല, നമ്മുടെ സാഹചര്യം എങ്ങനെയാണ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പൂർണ്ണമായ നിലക്ക് അറുക്കുകയാണെങ്കിൽ മാടുവർഗത്തിൽ നിന്ന് ഒരു കാളയെയോ പോത്തിനെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആടിനെയാണ്. അതിനും കഴിയാത്ത ആളുകൾക്കാണ് ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഉരുവിൽ 7 ആൾക്ക് പങ്കു ചേർന്നുകൊണ്ട് ഷെയറായിക്കൊണ്ട് എന്ത് ചെയ്യുക, എന്നിട്ടെങ്കിലും ഈ പുണ്യകർമ്മത്തിൽ എന്ത് ചെയ്യട്ടെ, പങ്കാളിയാവാനുള്ള ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആടും നിർവഹിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഷെയർ കൂടാനുള്ള അനുവാദം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ഷെയർ കൂടാൻ പറ്റില്ല എന്നല്ല, ശ്രേഷ്ഠകരമായ സംഗതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഷെയറിനേക്കാൾ ശ്രേഷ്ഠകരം ഒരാടിനെ അറുക്കലാണ്. ആടിനെ അറുത്ത് കഴിഞ്ഞാൽ അയാൾക്കും ആ കുടുംബത്തിനും ആടിനറുത്തത് അയാളുടെ കുടുംബത്തിനും കൂടെ അത് ബാധകമാണ്. അവരും കൂടെ ആ കർമ്മത്തിൽ പങ്കാളികൾ.